ഹലോ ഗായ്സ്, വെൽക്കം ടു ഓഫ് ദി സ്ക്രിപ്റ്റ് വിത്ത് അമ്മു. സോ നമ്മളിന്ന് കൊട്ടാരക്കര അമ്പലം വരെ പോകട്ടോ. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് അമ്പലത്തിൽ പോകണമെന്ന്, പക്ഷെ ഇതുവരെ കൊണ്ട് നടന്നില്ല. അപ്പം നമ്മൾ എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലേ പോകാൻ പറ്റൂ. അപ്പം നമ്മൾ വിചാരിച്ചു ഈവനിങ് പോകാമെന്ന്. അങ്ങനെ സ്കൂട്ടർ എടുത്തുകൊണ്ട് നമ്മൾ ഇറങ്ങി. ഇനി എന്താ, നമുക്ക് മാത്രം ആഹാരം കഴിച്ചാൽ പോരല്ലോ, ഇടയ്ക്ക് വണ്ടിക്ക് കൂടെ എല്ലാം കൊടുക്കണ്ടേ. സോ നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ കയറി പെട്രോളൊക്കെ അടിച്ചു നേരെ യാത്ര തുടർന്നു. ഏകദേശം നമുക്ക് 18 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു നമുക്ക് കൊട്ടാരക്കര വരെ എത്താനായിട്ട്. സോ നമുക്ക് ഇനി വണ്ടിയൊക്കെ നൈസായിട്ടൊന്ന് പാർക്ക് ചെയ്ത് വെച്ച് സേഫാക്കി വെക്കണമല്ലോ. സേഫൊക്കെ ആക്കി വെച്ച് നമ്മൾ അകത്തേക്ക് കയറിയപ്പം ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഈവനിങ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ നാളികേരമൊക്കെ വാങ്ങി അകത്ത് കയറാൻ നോക്കിയപ്പം നട തുറന്നിട്ടില്ല. പിന്നെന്താ, കുറച്ച് നേരമൊക്കെ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം നമ്മൾ നേരെ കുളക്കടയിലൊക്കെ പോയി അവിടെ നമ്മൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാട്ടിലും അത്യാവശ്യം നല്ല വെറൈറ്റി മീനുകളുണ്ടായിരുന്നു ഈ പ്രാവശ്യം. ഫിലോപ്പി, മുഷി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ മീനുകളെ കാണാൻ പോയാലും സ്വാഭാവികമായിട്ട് എന്താ ഫോട്ടോസൊക്കെ എടുക്കും. അപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അത്യാവശ്യം നമ്മൾ ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഒരു 5-5:30 ആയപ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് കയറി കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നമുക്ക് രാവിലെ പോകുന്നതിനേക്കാട്ടിലും കുറച്ച് തിരക്ക് കുറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഈവനിങ് പോയത്. എന്നാലും അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂറോളം നമ്മൾ ക്യൂവിലൊക്കെ നിന്ന് അകത്ത് കയറി തൊഴുതിട്ട് നമ്മൾ പ്രധാന ഉദ്ദേശം എന്താ, കൊട്ടാരക്കര വന്നു കഴിഞ്ഞാൽ മസ്റ്റാണ് ഉണ്ണിയപ്പം. അതില്ലാതെ വേറൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ഉണ്ണിയപ്പമൊക്കെ വാങ്ങി നമ്മൾ കഴിച്ചു. ഇനി നമുക്കൊരു ഓവർ ലേറ്റ് ആവാൻ പാടില്ല. നമുക്ക് അത്യാവശ്യം ട്രാഫിക്കൊക്കെ കാണും തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ ഇന്നേക്കും അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.